അതിർത്തിക്കപ്പുറത്ത് ഭീകരവാദത്തിന്റെ വിത്തുപാകുന്ന പാകിസ്ഥാനിൽ വീണ്ടും രക്തച്ചൊരിച്ചിൽ. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ വിവാഹാഘോഷത്തിനിടെ ഉണ്ടായ ചാവേർ സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. 25ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാകിസ്ഥാനിൽ നിലവിലെ അവസ്ഥകൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഷഹബാസ് ഷെരീഫിന്റെ ഭരണപരാജയവും വസീം മുനീറിന്റെ പട്ടാള ഭരണവുമാണ് ഇതിന് കാരണമെന്നും ചിലർ സൂചിപ്പിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രി പ്രവിശ്യയിലെ ഡെറ ഇസ്മായിൽ ഖാൻ ജില്ലയിലാണ് ആക്രമണം. സർക്കാർ അനുകൂല നിലപാടുള്ള സമുദായ നേതാവ് നൂർ ആലം മഹ്ദൂദിന്റെ വസതിയിൽ വിവാഹാഘോഷങ്ങൾക്കിടെയായിരുന്നു ആക്രമണം. വിവാഹത്തിനെത്തിയ അതിഥികൾ സംഗീതത്തിനൊപ്പം നൃത്തം ചെയ്യുന്നതിനിടെയാണ് ചാവേർ പൊട്ടിത്തെറിച്ചത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വസതിയുടെ മേൽക്കൂര തകർന്നു വീണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ പുറത്തെടുക്കാൻ മണിക്കൂറുകളോളം എടുത്തു. സ്ഫോടനത്തിൽ പീസ് കമ്മിറ്റി നേതാവ് വാഹിദുള്ള മെഹ്സൂദ് എന്ന ജിഗ്രി മെഹ്സൂദ് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരിൽ മുൻപ് ഭീകരവാദിയായിരിക്കുകയും പിന്നീട് കീഴടങ്ങുകയും ചെയ്ത ഒരാളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ഇയാളുടെ ബന്ധുക്കളാണ് മരിച്ച മറ്റുള്ളവർ. പരിക്കേറ്റവരിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന തെഹ്രീബി താലിബാൻ പാകിസ്ഥാനാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കപ്പെടുന്നു. സ്വന്തം മണ്ണിൽ ഭീകരതയെ താലോലിക്കുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പിനുള്ള കനത്ത പ്രഹരമായാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. ഈ മാസം ആദ്യം ബന്നു ജില്ലയിൽ സമാനമായ പീസ് കമ്മിറ്റി അംഗങ്ങളെ വെടിവെച്ചു കൊന്നിരുന്നു. 2025 നവംബറിലും സമാനമായ ആക്രമണം അരങ്ങേറിയിരുന്നു. അതേസമയം പാകിസ്ഥാൻ സൈന്യത്തിന്റെ അടിച്ചമർത്തലിന് മുമ്പുള്ളതുപോലെ TTP-യുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഖൈബർ പഖ്തൂൺഖ്വയിലാണ്. പ്രത്യേകിച്ച് അതിന്റെ തെക്കൻ ഭാഗങ്ങളിലും മുൻപ് FATA ഉൾപ്പെട്ടിരുന്ന പഖ്തൂൺ ജനങ്ങൾ കൂടുതലായി താമസിക്കുന്ന ജില്ലകളിലുമാണ്. 2018 മെയ് മാസത്തിൽ പാകിസ്ഥാൻ സർക്കാർ ഈ മുൻ FATA പ്രദേശങ്ങളെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയുമായി ലയിപ്പിച്ച് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ ബാധകമായ അതേ നിയമപരവും തിരഞ്ഞെടുപ്പ് അവകാശങ്ങളും അവർക്ക് നൽകിക്കൊണ്ടുള്ള ഒരു നാഴികക്കല്ലായ ഭരണഘടനാ ഭേദഗതി പാസാക്കിയിരുന്നു. ഇത് ഒരു നൂറ്റാണ്ടിലേറെ നീണ്ടുനിന്ന അടിച്ചമർത്തൽ കൊളോണിയൽ കാലഘട്ടത്തിലെ അതിർത്തി കുറ്റകൃത്യ നിയന്ത്രണത്തിന് കീഴിലുള്ള അർദ്ധ ഭരണവും അവസാനിപ്പിച്ചു. പുതുതായി ലയിപ്പിച്ച ജില്ലകൾ എന്നറിയപ്പെടുന്ന ഈ പ്രദേശങ്ങൾ വീണ്ടും TTP-യുടെ ശക്തി കേന്ദ്രങ്ങളായി ഉയർന്നു വന്നിട്ടുണ്ട്. 2021 മുതലുള്ള എല്ലാ TTP ആക്രമണങ്ങളുടെയും 40% 7 NMD-കളിലാണ് സംഭവിച്ചത്. TTP ആക്രമണങ്ങളുടെ ആവൃത്തി ക്രമാതീതമായി വർദ്ധിച്ചിട്ടും NMD-കളിലെ ഈ സാന്ദ്രത വർഷങ്ങളായി ഏതാണ്ട് സ്ഥിരമായി തുടരുന്നു. ഇവിടെ ഗ്രൂപ്പിന് നിലത്ത് വളരെ വ്യക്തമായ സാന്നിധ്യമാണ്. പരസ്യമായി റോഡ് ബ്ലോക്കുകൾ സ്ഥാപിക്കുകയും പട്രോളിംഗ് നടത്തുകയും ചെയ്യുന്നു. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇതുവരെ ഒരു പ്രദേശവും കൈവശം വയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മുൻ FATA മേഖലയിൽ നിന്നാണ് TTP-യുടെ പുനരുജ്ജീവനം ആരംഭിച്ചത്. ഇപ്പോഴും അവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നത് അതിശയിക്കാനില്ല. അതിന്റെ രാഷ്ട്രീയവും ഭൂമിശാസ്ത്രവും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാണ് നൽകുന്നത്. TTP പ്രവർത്തനത്തിന് പ്രഭവ കേന്ദ്രങ്ങളായ വടക്കൻ, തെക്കൻ, വസീറിസ്ഥാൻ എന്നീ ഇരട്ട ജില്ലകൾ 2007 TTP സ്ഥാപിതമായ പ്രദേശം ഉൾക്കൊള്ളുന്നു. 8 മെഹ്സൂദ് ഗോത്രത്തിൽ നിന്നുള്ളവരാണ് ഇതിന്റെ നേതൃത്വം. പ്രത്യേകിച്ച് തെക്കൻ വസീറിസ്ഥാനിലെ പ്രാദേശിക ജനങ്ങളുമായി അടുത്ത വംശീയ ബന്ധം പങ്കിടുന്നു. അതേസമയം പ്രദേശത്തിന്റെ ദുർഘടവും പർവ്വത പ്രദേശവും ധാരാളം ഒളിത്താവളങ്ങളും പതിയിരുന്ന ആക്രമണങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളും നൽകുന്നു. തീർച്ചയായും ഈ മേഖലയിൽ TTP-യുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ആഴത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ അടിത്തറയുണ്ട്. കാരണം അതിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങളിലൊന്ന് ഗോത്രമേഖലയിൽ നിന്നും സുരക്ഷാ സേനയെ നീക്കം ചെയ്യുകയും അതിന്റെ മുൻകാല അർദ്ധ സ്വയംഭരണ പദവി പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണെന്നുമാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.